ഹൈദരാബാദിൽ വീട്ടമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തി വീട്ടുജോലിക്കാർ പ്രഷർ കുക്കർ കൊണ്ട് മർദ്ദിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. 50-കാരിയായ രേണു അഗർവാളാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം സ്വർണവും പണവും കവർന്നു. പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. സൈബറാബാദിലെ IT ഹബ്ബായ സ്വാൻലാക്ക് അപ്പാർട്ട്മെന്റിലെ 13-ാം നിലയിലെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് രേണു അഗർവാളിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഫ്ളാറ്റിലുണ്ടായിരുന്ന 5 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും മോഷണം പോയി. രേണുവിനെ കൊലപ്പെടുത്തിയത് ഇവരുടെ ഫ്ളാറ്റിലെ ജോലിക്കാരനായ ജാർഖണ്ഡ് സ്വദേശി ഹർഷയും അടുത്ത ഫ്ളാറ്റിലെ ജോലിക്കാരനുമായ റൌഷനുമാണെന്ന് പോലീസ് പറഞ്ഞു. രാവിലെ 10 മണിയോടെ സ്റ്റീൽ ബിസിനസ്സുകാരനായ രേണുവിന്റെ ഭർത്താവ് അഗർവാളും 26-കാരനായ മകനും ജോലിക്ക് പോയ സമയത്തായിരുന്നു അതിക്രൂര കൊലപാതകം. പ്രതികൾ രേണുവിന്റെ കൈകാലുകൾ കെട്ടിയിട്ട് പ്രഷർ കുക്കർ കൊണ്ട് തലക്കടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ശേഷം കത്തിയും കത്രികയും ഉപയോഗിച്ച് രേണുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതിക്രൂര കൊലപാതകത്തിന് പിന്നാലെ ഹർഷയും റൌഷനും ഫ്ളാറ്റിലുണ്ടായിരുന്ന സ്വർണവും പണവും കവർന്നു. മോഷണത്തിന് ശേഷം ഫ്ളാറ്റിൽ നിന്നു തന്നെ മോഷ്ടാക്കൾ കുളിച്ചു. കൊലപാതക സമയത്ത് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ ഫ്ളാറ്റിൽ ഉപേക്ഷിച്ച് ഇരുവരും കടന്നു കളയുകയായിരുന്നു. വൈകുന്നേരം 5 മണിയോടെ ഭർത്താവ് രേണുവിനെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. പലതവണ വിളിച്ചിട്ടും മറുപടിയില്ലാത്തതിനെ തുടർന്ന് അഗർവാൾ നേരെ അപ്പാർട്ട്മെന്റിൽ എത്തുകയായിരുന്നു. എന്നാൽ ഫ്ളാറ്റിന്റെ പ്രധാന വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഇതോടെ ഫ്ളാറ്റിലെ പ്ലംബറുടെ സഹായത്തോടെ ബാൽക്കണിയിലെ വാതിൽ തുറന്നാണ് അകത്തു കടന്നത്. ഫ്ളാറ്റിനുള്ളിൽ കടന്ന അഗർവാൾ കണ്ടത് രക്തത്തിൽ കുളിച്ച നിലയിൽ രേണുവിന്റെ മൃതദേഹമായിരുന്നു. രേണുവിന്റെ മൃതദേഹത്തിനടുത്തു നിന്ന് പ്രതികൾ ഉപേക്ഷിച്ച ചോര പുരണ്ട വസ്ത്രങ്ങളും കണ്ടെത്തി. പിന്നാലെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പ്രതിയായ ഹർഷ 10 ദിവസം മുമ്പാണ് കൊൽക്കത്തയിലെ ഏജൻസി മുഖേന രേണുവിന്റെ ഫ്ളാറ്റിൽ ജോലിക്കെത്തിയത്. റൌഷൻ ഇതേ അപ്പാർട്ട്മെന്റിലെ 14-ാം നിലയിലുള്ള ഫ്ളാറ്റിൽ ജോലിക്കാരനാണ്. ഇരുവരും ആസൂത്രിതമായാണ് കൊലപാതകവും കവർച്ചയും നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കൃത്യത്തിന് പിന്നാലെ റൌഷന്റെ വീട്ടുടമയുടെ ബൈക്കിലാണ് ഇരുവരും രക്ഷപ്പെട്ടത്. വിവിധ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഹർഷയും റൌഷനും 13-ാം നിലയിലേക്ക് പോകുന്നതും വൈകുന്നേരം 5:02 തിരിച്ചിറങ്ങുന്നതും വ്യക്തമാണെന്ന് അറിയിച്ചു. കൊലപാതകം നടത്തിയ ശേഷം ഇരുവരും ജാർഖണ്ഡിലെ റാഞ്ചിയിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ച സൂചന. പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.